എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെല്ലും ഉൾക്കരുത്. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. ബൂത്ത് തലം മുതൽ കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃക്രമീകരിക്കുന്നു. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നയരേഖ. തിരുത്തൽ വരുത്തി ഒറ്റക്കെട്ടായി മുന്നോട്ടെന്ന് VM സുധീരൻ. സുധീരനെതിരെ KPCC എക്സിക്യൂട്ടീവിൽ രൂക്ഷ വിമർശനം. ആദർശം പറഞ്ഞാൽ കോൺഗ്രസ് ഉണ്ടാകില്ലെന്ന് K ബാബു. വിമർശനങ്ങൾ സഹിഷ്ണുതയോടെ നേരിടണമെന്ന് AK ആന്റണി. പരിസ്ഥിതി ദിനത്തിൽ ഒളിയം പെയ്ത് പിണറായിയും കാനവും. പരിസ്ഥിതി മൗലികവാദം വേണ്ടെന്ന് മുഖ്യമന്ത്രി. പരിസ്ഥിതിയാണ് ജീവിതമെന്ന് പറഞ്ഞപ്പോൾ വഴിമുടക്കിയെന്ന് വിളിച്ചതായി കാനം. അതിരപ്പള്ളി പദ്ധതിയിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് K മുരളീധരൻ. ജിഷയുടെ കൊലപാതകയെ ഉടൻ പിടികൂടുമെന്ന് ലോക്നാഥ് ബെഹ്റ. കേസന്വേഷണം ജാലവിദ്യയല്ല. ജിഷയുടെ വീട്ടിൽ DGP പരിശോധന നടത്തി. ജിഷയെ കണ്ടിട്ട് പോലുമില്ലെന്ന് കൊലപാതകിയുടെ രേഖാചിത്രത്തോട് സാമ്യമുള്ള യുവാവ് റിപ്പോർട്ട്. ഇതിൽ സോഷ്യൽ മീഡിയയിൽ വന്നതല്ലാണ്ട് ഫോട്ടോ അല്ലാണ്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിൽ 7ഓളം കരാറുകളിൽ ഖത്തറുമായി ധാരണയിലെത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് വ്യവസായികൾക്ക് പ്രധാനമന്ത്രിയുടെ ക്ഷണം. റംസാൻ മാസപ്പിറവി കണ്ടു. നാളെ മുതൽ റംസാൻ വ്രതം തുടങ്ങും. ഇനി വ്രതശുദ്ധിയുടെ ദിനങ്ങൾ. വാർഡ് തലം മുതലുള്ള എല്ലാ കോൺഗ്രസ് കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കാൻ KPCC എക്സിക്യൂട്ടീവിൽ തീരുമാനം. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്ന നയരേഖയ്ക്ക് രൂപം കൊടുക്കും. ഇതിന് VD സതീശൻ കൺവീനറായി സമിതിയെ നിയോഗിച്ചു. തിരുത്തലുകൾ വരുത്തി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് VM സുധീരൻ പറഞ്ഞു. VR കാർത്തിക് വിവരങ്ങളുമായി. കാർത്തിക്, 2 ദിവസമായി നടന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവിന്റെ ആകെ തുക എന്താണ്? എന്തെങ്കിലും നിർണായകമായ തീരുമാനം പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുണ്ടോ? അഭിലാഷ്, 2 ദിവസം നീണ്ടു നിന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ KPCC അധ്യക്ഷൻ VM സുധീറിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്ഥാനമൊഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ മാതൃക പാർട്ടി നേതൃത്വവും പിന്തുടരണമെന്ന് ഇന്ന് K ബാബു പറഞ്ഞു. ആദർശം കൊണ്ട് മാത്രം പാർട്ടി നിലനിൽക്കില്ലെന്നും ബാബു ആഞ്ഞടിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രമേ പാർട്ടിയെ രക്ഷിക്കാനാവൂ എന്നായിരുന്നു K ശിവദാസൻ നായരുടെ നിലപാട്. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. വിമർശനങ്ങൾ സ്വാഭാവികമാണ് എന്ന് മാത്രമാണ് VM സുധീരൻ ഈ വിമർശനങ്ങളെ കുറിച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇത്തരം വിമർശനങ്ങൾ സ്വാഭാവികമാണ്, അതൊന്നും നെഗറ്റീവായി കാണണ്ട എന്ന് മാത്രമായിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് പഠിക്കാൻ പാർട്ടി മേഖലാ കമ്മിറ്റികളെയാണ് നിയോഗിച്ചത്. വസ്തുത വിവര ശേഖരണ കമ്മിറ്റികൾ 4 മേഖലകളായി സംസ്ഥാനത്തെ തിരിച്ച് ഇത്തരത്തിൽ കമ്മിറ്റികളെ നിയോഗിച്ചു. ഇവർ 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെയുള്ള 4 മേഖലകളായി തിരിച്ചാണ് പരാജയത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു വസ്തുതാ പരിശോധനാ സമിതിയെ നിയോഗിച്ചത്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തിന്, അതായത് ബൂത്ത് തലം മുതൽ KPCC തലം വരെയുള്ള പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനത്തിന് ഒരു നയരേഖ തയ്യാറാക്കാൻ തീരുമാനിച്ചു. അതിന്റെ കരട് രൂപം താഴെ തട്ട് മുതൽ അഭിപ്രായം അറിയും. അതായത് ബൂത്ത് തലത്തിൽ ഈ കരട് രൂപത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ബൂത്ത് തലം മുതൽ KPCC തലം വരെ ശേഖരിച്ച് അതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യം KPCC അധ്യക്ഷൻ പ്രതികരിച്ചതില്ല. അത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് സംഘടനയിൽ പുനഃക്രമീകരണം മാത്രമാണ് ഉണ്ടാവുക എന്ന ഒരു വാക്കായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. അതായത് ആവശ്യമായ തലങ്ങളിൽ, അത് ബൂത്ത് തലങ്ങളിലായാലും ബ്ലോക്ക് തലത്തിലായാലും ജില്ലാ തലത്തിലായാലും ഇത്തരത്തിൽ പുനഃക്രമീകരണങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകും. ജനപ്രിയരായ, ജനശ്രദ്ധയെ ആകർഷിക്കാൻ കഴിയുന്ന പ്രവർത്തകരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമാണ് VM സുധീരൻ പറഞ്ഞത്. ഏതായാലും A ഗ്രൂപ്പ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് VM സുധീരന്റെ KPCC അധ്യക്ഷ പദം തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാർത്തിക്കാണ് KPCC എക്സിക്യൂട്ടീവിന്റെ വിവരങ്ങൾ നൽകിയത്. ചർച്ചയിൽ ശ്രീ KP അനിൽകുമാർ, കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ N ശ്രീകുമാർ, വീക്ഷണം, ശ്രീ NP ചെക്കൂട്ടി എന്നിവരാണ് പങ്കെടുക്കുന്നത്. 30 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ച ആരംഭിക്കും. കീടനാശിനിയിൽ മുക്കി ഉണ്ടാക്കണ അരി സ്ഥിരമായി കഴിച്ചാൽ കൂടിയത് എന്തെങ്കിലും വന്നാലും അതിശയിക്കാനില്ല. അതുകൊണ്ടാണ് ഒരുപാട് മരുന്നൊന്നും വേണ്ട, കീടനാശിനി തൊടിയിക്കാതെ കൃഷി ചെയ്ത് തവിട് കളയാതെ കുത്തിയെടുക്കുന്ന സ്വാദ് അടാട്ട് മട്ടയിൽ തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയണം. ദിവസവും രാത്രി കഞ്ഞി വെച്ച് കുടിച്ചാലും മതി, ഒരു നേരെങ്കിലും നല്ലത് കഴിക്കാലോ. കീടനാശിനി വിമുക്തമായ സ്വാദ് അടാട്ടുമട്ടയരി നല്ല ഭക്ഷണം തന്നെയാണ് നല്ല മരുന്ന്. ആദ്യം ശ്രീ KP അനിൽകുമാർ, ഈ 2 ദിവസം നീണ്ടുനിന്ന എക്സിക്യൂട്ടീവിന്റെ ഔട്ട്കം എന്താണ്? സംഘടനാ തലത്തിൽ പുനഃക്രമീകരണം ഉണ്ടാകും എന്ന് പറയുന്നു. KPCC പ്രസിഡന്റ് അടക്കം മാറിക്കൊണ്ടുള്ള പുനഃക്രമീകരണമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇന്നലെയും ഇന്നുമായിട്ട് ഞങ്ങള് കേരളത്തിലുണ്ടായ കോൺഗ്രസിന്റെ UDFന്റെ പരാജയത്തെക്കുറിച്ച്, അതിന്റെ കാരണങ്ങളെക്കുറിച്ച്
ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. സ്വാഭാവികമായും UDFന്റെ ഗവൺമെന്റ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തി. വികസനത്തിന് വേണ്ടിയുള്ള വോട്ടാണ് UDF അഭ്യർത്ഥിച്ചത്. പക്ഷേ തെറ്റിദ്ധാരണജനകമായ പ്രചരണങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായപ്പോൾ കോൺഗ്രസിന് പരാജയമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പരാജയത്തിന്റെ പാഠം ഉൾക്കൊണ്ട് നാളുകളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളാണ് ഈ എക്സിക്യൂട്ടീവ് എടുത്തത്. ശ്രീ KP അനിൽകുമാർ, തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് പാർലമെന്ററി പാർട്ടിയുടെ തലപ്പത്ത് മാറ്റം വന്നു. പാർട്ടിയുടെ തലപ്പത്തും സ്വാഭാവികമായും മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ട്. ഈ എക്സിക്യൂട്ടീവിലെ ചർച്ചകൾ പലതും VM സുധീരന്റെ വീഴ്ചകളിൽ കേന്ദ്രീകരിച്ചുമായിരുന്നു. ആ തരത്തിൽ സംഘടനാപരമായ വീഴ്ചകളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് KPCC അധ്യക്ഷനും മാറേണ്ടതല്ലേ? അങ്ങനെ ഒരു ചർച്ചയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ അത്രയും ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഇന്ന് മലയാള മനോരമ പത്രത്തില് പാറശാല MLA ആയിരുന്ന AT ജോർജിന്റെ പേരിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. സത്യത്തിൽ AT ജോർജ് ഇന്നലെ സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പൊ സംസാരിക്കാത്ത പറയാത്ത കാര്യങ്ങളാണ് പലതും മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങളോ ഈ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിട്ടില്ല. പാർട്ടി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതിന് നയരൂപീകരണത്തിന് ഒരു സമിതിയെ നിയോഗിച്ചു. ആ സമിതിയുടെ കരട് റിപ്പോർട്ട് വന്നതിന് ശേഷം കേരളത്തിലെ 14 ജില്ലകളിലും ആ നയരൂപീകരണ രേഖ ചർച്ച ചെയ്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എക്സിക്യൂട്ടീവ് എടുത്തത്. ഇക്കാര്യത്തിൽ ശ്രീ KP അനിൽകുമാർ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടിക്കകത്തെ ഈ എക്സിക്യൂട്ടീവിൽ പങ്കെടുത്ത സോഴ്സുകളെ ഉദ്ധരിച്ചാണല്ലോ. അത് പ്രകാരമാണെങ്കിൽ A ഗ്രൂപ്പിന്റെ നേതാക്കൾ MM ഹസൻ, KC ജോസഫ്, K ശിവദാസൻ നായർ, K ബാബു എന്നിവർ അതിരൂക്ഷമായി തന്നെ KPCC പ്രസിഡന്റിന്റെ ചെയ്തികളെ, അത് തെരഞ്ഞെടുപ്പ് കാലത്തടക്കമുള്ളവ വിമർശന വിധേയമാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ KPCC പ്രസിഡന്റ് എടുത്തിട്ടുള്ള നിലപാടുകൾ, അത് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുടെ കാര്യത്തിലാകട്ടെ, മദ്യനയത്തിൻ്റെ കാര്യത്തിലാകട്ടെ, കോൺഗ്രസിന് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. ജനങ്ങൾക്ക് മുൻപിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന നിലയുണ്ടായി എന്നുള്ളതായിരുന്നോ ചർച്ചയുടെ ഒരു പൊതുഗതി? ഒരിക്കലുമല്ല. കേരളത്തിൽ പാർട്ടി ഓരോ നിയോജക മണ്ഡലങ്ങളിലും എങ്ങനെയാണ് പരാജയമുണ്ടായത്, അവിടെ ഉണ്ടായിരുന്ന വോട്ടിന്റെ വേരിയേഷൻ എന്താണ്, ആ വോട്ട് ഷിഫ്റ്റ് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്നുണ്ടായി, അതിന്റെ കാരണം എന്ത് എന്നതിനെ കുറിച്ചാണ് ചർച്ച നടന്നത്. സ്വാഭാവികമായും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചർച്ച എന്നുള്ള നിലയിൽ പറയുന്ന വാക്കുകൾക്ക് ചിലപ്പോൾ മൂർച്ചയും അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾക്ക് കുറച്ചുകൂടെ ആഴവും എല്ലാം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും ആരെയെങ്കിലും എവിടെ നിന്നെങ്കിലും മാറ്റി നിർത്തുന്നതിനെ കുറിച്ചോ അല്ല, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനെ കുറിച്ചോ അല്ല, മറിച്ച് UDF ഗവൺമെന്റിന്റെ, ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പാർട്ടി മിഷണറി താഴെ തട്ടിൽ ഇഫക്റ്റീവായി പ്രവർത്തിപ്പിക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തു. അത് നാളുകളിൽ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാം, അതിന് എന്തെല്ലാം മാർഗദണ്ഡങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ചർച്ചയുണ്ടായത്. ആ മാർഗങ്ങൾ ഉപയോഗിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് പാർട്ടി ആലോചിക്കുന്നത്. ശരി. ശ്രീ പന്തളം സുധാകരൻ, കോൺഗ്രസ് വക്താവ്, ടെലിഫോണിൽ. ശ്രീ പന്തളം സുധാകരൻ, AI ഗ്രൂപ്പുകൾ VM സുധീരനെ അക്ഷരാർത്ഥത്തിൽ വളയുകയും KPCC പ്രസിഡന്റ് എടുത്തിട്ടുള്ള നിലപാടുകളാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത് എന്ന് സ്ഥാപിക്കുകയും ചെയ്തതായി മനസ്സിലാക്കുന്നു. ഇനി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള VM സുധീരന്റെ ഒഴിവാകലാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ഈ പറഞ്ഞതൊക്കെ അടിസ്ഥാനരഹിതമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ് ഇന്ന് വൈകിട്ട് നെയ്യാർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പിരിഞ്ഞത്. കാരണം 2 ദിവസം കേരളത്തിലെ പ്രമുഖരായ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും
മത്സരിച്ച സ്ഥാനാർത്ഥികളും പങ്കെടുത്ത ചർച്ചയിൽ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു പരാജയത്തിന്റെ ആഘാതം ഉണ്ടായിരുന്നു. ആ ആഘാതത്തിന്റെ പേരിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി, അതായത് ഒരു പോസിറ്റീവ് ക്രിറ്റിസിസമാണ് അവിടെ നടന്നത്. അതല്ലാതെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെയോ ആ ഗ്രൂപ്പിന്റെ പേരിൽ ഏതെങ്കിലും നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നടപടിയോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. നല്ല ചർച്ചയാണ്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നടന്ന കാര്യങ്ങൾ ക്രോഡീകരിച്ച് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനുള്ള തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങളുടെ യോഗം പിരിഞ്ഞത്. അതാണ് അവിടെ നടന്നത്. ഇതിൽ ശ്രീ പന്തളം സുധാകരൻ, മദ്യനയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും അധികം പ്രചാരണ വിഷയമായി ഉപയോഗിച്ചത് ഈ മദ്യനയത്തിൻ്റെ മേന്മയായിരുന്നു. പക്ഷെ മനസ്സിലാക്കുന്നത് ഇന്ന് കെ ബാബു, മുൻ എക്സൈസ് മന്ത്രി തന്നെ അപ്രായോഗികമായ ഒരു മദ്യനയം നടപ്പാക്കാനുള്ള ബാധ്യത എന്നിൽ വന്നു ചേരുകയായിരുന്നു, അതിൻ്റെ പ്രയാസങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നിലയ്ക്കാണോ കോൺഗ്രസിലെ ഈ തിരുത്തൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? അല്ല, പല കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ മദ്യനയവും സ്വാഭാവികമായിട്ട്, കാരണം കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഒരു പ്രധാനമായ ഒരു തീരുമാനമായിരുന്നല്ലോ, വളരെ കോൺട്രവേഴ്ഷ്യലായ ഒരു തീരുമാനമായിരുന്നല്ലോ മദ്യനയം. അത് നടപ്പിലാക്കിയതിന് ശേഷമുള്ള വോട്ട് കിട്ടിയോ കുറഞ്ഞോ എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്തു. സത്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കിയതിന് ശേഷം ഒരുപാട് ഗുണം, അതായത് അപകടങ്ങൾ കുറഞ്ഞു, മറ്റ് ഒരുപാട് ഗുണമുണ്ടായെങ്കിൽ പോലും വോട്ടിന്റെ പാറ്റേണിൽ യാതൊരു പ്രയോജനവും UDF ഉണ്ടായില്ല എന്നുള്ളൊരു പൊതു ചിന്തയാണ് ഉണ്ടായത്. അതൊരു സത്യമാണ്. അതിന്റെ നേതൃത്വം കൊടുത്ത മന്ത്രി എന്നുള്ള നിലയിലായിരിക്കും ശ്രീ ബാബു അത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ബാബു ആ വകുപ്പിന്റെ മന്ത്രിയായിരുന്നപ്പോൾ ആ വകുപ്പിലെ ഏത് തീരുമാനവും നടപ്പിലാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിന്. അല്ല, ഇതിൽ ബാധ്യതയുടെ മാത്രം പ്രശ്നമല്ല ശ്രീ പന്തളം സുധാകരൻ. കോൺഗ്രസ് ഈ എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഏറ്റവും അധികം പ്രകീർത്തിച്ച, ഏറ്റവും അധികം ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച വിഷയമായിരുന്നു ഈ മദ്യനയം. ഈ മദ്യനയം എന്നുള്ളത് ശരിയാണ്, ഈ ശരിക്ക് വേണ്ടി ഒരു വോട്ട് എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത് എങ്കിൽ അതേ നേതാക്കൾ തന്നെ ആ നയം പിശകായിരുന്നു എന്ന് സമ്മതിക്കുമ്പോൾ, നിർബന്ധിതമായ സാഹചര്യത്തിൽ അത് നടപ്പാക്കേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജനം എന്ത് കരുതണം? കോൺഗ്രസ് വ്യാജമായ ഒരു മുദ്രാവാക്യത്തിൽ അഭിരമിക്കുകയായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് അങ്ങനെയാണ് ചർച്ചയെങ്കിൽ. ഒരിക്കലുമല്ല. 95 ശ്രീ എ കെ ആന്റണിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ ചാരായ നിരോധനം, സമ്പൂർണമായ ചാരായ നിരോധനം ഏർപ്പെടുത്തി. ആ ചാരായ നിരോധനം ഞങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ചു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. അതിന്റെ അർത്ഥം ചാരായ നിരോധനം പരാജയമായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലല്ലോ. അത് ചാരായ നിരോധനം ശരിയായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് പിന്നീട് വന്ന ഒരു ഗവൺമെന്റും, അതായത് പിന്നീട് വന്ന നയനാർ ഗവൺമെന്റ് അത് തിരുത്താൻ തയ്യാറായില്ല. പിന്നെ ഇത്രയും വർഷമായിട്ട് അത് തിരുത്താൻ തയ്യാറായിട്ടില്ല. അന്ന് അതിന്റെ നിയമം, ചാരായ നിരോധിച്ചുകൊണ്ടുള്ള നിയമം അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ഭാഗ്യമുണ്ട ഒരാളാണ് ഞാൻ, അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്നുള്ളത്. പക്ഷെ പിന്നീട് ഒരു ഗവൺമെന്റ് അത് മാറ്റിയില്ല. ഇവിടെ ഇപ്പോ ഈ ബാർ സമ്പൂർണ്ണമായും ബാറുകൾ അടച്ചിട്ടു, 10% ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ അടച്ചിട്ടു. അങ്ങനെ ഒരു തീരുമാനം UDF സർക്കാർ എടുത്തു. ആ മദ്യനയം തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. പക്ഷേ അത് പരിപൂർണമായും ജനങ്ങൾ സ്വീകരിച്ചില്ല എന്ന്. ശരി, അങ്ങനെയുള്ള ഒരു വിലയിരുത്തലിൽ ആണ് KPCC എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങളെങ്കിലും എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ കോൺഗ്രസിൽ ചർച്ച നടക്കുമ്പോൾ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ 2 വർഷക്കാലത്ത് എടുത്തിട്ടുള്ള നിലപാടുകൾ, അത് സർക്കാരിൻ്റെ വിവിധ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടാകട്ടെ, മദ്യനയവുമായി ബന്ധപ്പെട്ടാകട്ടെ, ഇതൊക്കെയാണ് തിരിച്ചടി ഉണ്ടാക്കിയത്, ഇതൊക്കെയാണ് പാർട്ടിയെ പൊതുജന മധ്യത്തിൽ കരുതേച്ച് കാണിച്ചത് എന്ന നിലപാടാണ് ഒരു വലിയ വിഭാഗം, സ്വാധീനമുള്ള വിഭാഗം പ്രകടിപ്പിച്ചത്. അങ്ങനെ ഒരു അനാലിസിസ് നടത്തുന്നതിനോട് കോൺഗ്രസിൻ്റെ തോൽവിക്ക് ഏറ്റവും അധികം കാരണമായത് VM സുധീരൻ്റെ നിലപാടുകളാണ് എന്ന് കോൺഗ്രസ് പാർട്ടി തന്നെ വിലയിരുത്തിയാൽ, അങ്ങനെ വിലയിരുത്തിയെന്നല്ല ഞാൻ പറയുന്നത്, വിലയിരുത്തിയാൽ അത് ശരിയാകുമോ? കഴിഞ്ഞ സർക്കാരിൻ്റെ പെർഫോമൻസ് സംബന്ധിച്ച് നടന്ന പല ചർച്ചകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ 2 കാര്യങ്ങൾ ഞാനടക്കമുള്ള പല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടി. അതിൽ ഒന്നാമത്തെ കാര്യം, സർക്കാരും
KPCC ലീഡർഷിപ്പും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന്റെ അന്തരീക്ഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഭരണകൂടത്തിന് ശക്തമായ പിന്തുണ നൽകുന്നതിന് പകരം ഭരണകൂടത്തിന് ഒരു തരത്തിൽ പ്രതിപക്ഷത്തിന്റെ സമീപനം എടുത്തുകൊണ്ടാണ് KPCC ലീഡർഷിപ്പ് സമീപനം സ്വീകരിക്കുന്നത്. ഇത് വളരെ വളരെ ആപൽക്കരമാണ്. നയനിലപാടുകൾ തിരുത്താൻ അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് പിന്നെ സമ്മർദ്ദം ഉണ്ടാകുന്നത് ശരിയാണ്. പാർട്ടി ശക്തമായ നിലപാടുകൾക്ക് വേണ്ടി വാദിക്കണം. പക്ഷേ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കുകയും ഭരണകൂടത്തെ അമിതമായിട്ട് സമ്മർദ്ദത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു സമീപന രീതി വളരെ ആപൽക്കരമാണ് എന്ന് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് പിന്നെ പരിശോധിക്കുന്ന ആളെന്ന നിലയിൽ നിരീക്ഷിക്കുന്ന ആൾ ഞാൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരിന്റെ കാര്യം നിങ്ങൾ നോക്കുക. 2006 മുതൽ 2011 വരെയുള്ള CPM സർക്കാർ അന്ന് വലിയ ഭൂരിപക്ഷ പിന്തുണയോടുകൂടി വന്നതാണ്. ആ സർക്കാരും അന്നത്തെ പാർട്ടി ലീഡർഷിപ്പും തമ്മിലുണ്ടായിരുന്ന വളരെ സംഘർഷാത്മകമായ ബന്ധങ്ങളാണ് ആ സർക്കാർ നിലം പതിക്കുന്നതിനും വീണ്ടും UDF അധികാരത്തിലേറുന്നതിനും ഇടയാക്കിയത്. 2 വോട്ടിനാണ്. അപ്പൊ ആ ഒരു സാഹചര്യമാണ് KPCCയുടെ അധ്യക്ഷൻ കഴിഞ്ഞ 2 വർഷമായിട്ട് എടുത്ത നിലപാടുകളിൽ പ്രധാനമായിട്ട് പ്രതിഫലിച്ചത്. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന സമീപനം എന്ന് പറയുന്നത് സർക്കാരിന്റെ നേട്ടങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നിഷേധാത്മകമായ ഫലമുണ്ടാക്കും. സർക്കാരിന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ പോലും തടസ്സമുണ്ടാക്കും. ഈ വസ്തുതകളാണ് ഈ കഴിഞ്ഞ 2 വർഷമായി തെളിഞ്ഞു വന്നത്. രണ്ടാമത്തെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഈ മദ്യനയം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനിടയില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ, പ്രത്യേകിച്ച് ആണുങ്ങളായിട്ടുള്ള ആളുകളിൽ മഹാഭൂരിപക്ഷം ആളുകളും മദ്യം കഴിക്കുന്ന ആളുകൾ, ഏതാണ്ട് ഒരു 30-35% ആളുകൾ മദ്യം കഴിക്കുന്നവരാണ് എന്ന് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള തെളിവുണ്ട്. രണ്ടാമത്തെ കാര്യം, അവർക്ക് പെട്ടെന്ന് ഒരു ദിവസം ഈ സംഗതികളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഇതൊക്കെ ആഗ്രഹ പ്രകടനം മാത്രമാണ്. നമുക്ക് രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ ആഗ്രഹിക്കാം. പക്ഷേ പൊതുസമൂഹത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു, അവർ മറ്റു മാർഗങ്ങൾ തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് മദ്യം ബാറുകളിൽ കിട്ടാതെ വന്നപ്പോൾ മറ്റു വഴികളിലൂടെ അത് കിട്ടാൻ തുടങ്ങി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു തരത്തിൽ മദ്യത്തിൻ്റെതായിട്ടുള്ള ഒരു മാഫിയ സംവിധാനം ഉണ്ടായി വന്നു. KP അനിൽകുമാർ, പാർട്ടിയിൽ അനൈക്യം ഉണ്ടായതുകൊണ്ട്, KPCC പ്രസിഡന്റ് ഫലത്തിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചതുകൊണ്ട്, സർക്കാരിൻ്റെ പല തീരുമാനങ്ങളും KPCC പ്രസിഡന്റിന്റെ ഇടപെടൽ കൊണ്ട് പിൻവലിക്കേണ്ടി വന്നതുകൊണ്ട് ജനങ്ങൾക്ക് മുൻപിൽ ഒരു അവമതിപ്പുണ്ടാവുകയും അത് കോൺഗ്രസിന് വിനയായി മാറുകയുമാണോ ഉണ്ടായിട്ടുള്ളത്? ഒരിക്കലുമല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കോൺഗ്രസിനകത്ത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനകീയ അഭിപ്രായങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. സ്വാഭാവികമായും ഒരു അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആ തീരുമാനങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തതയില്ല എങ്കിൽ അത് പുനഃപരിശോധിക്കണം എന്ന് പറയാനുള്ള അധികാരം പാർട്ടിക്കുണ്ട്. പാർട്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നതിനേക്കാൾ ഉപരി അതിനെ മറ്റൊരു മാനദണ്ഡത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതാണ് താങ്കളുടെ അക്കാര്യത്തിലെ കാഴ്ചപ്പാട്. N. ശ്രീകുമാർ, ഇവിടെ കോൺഗ്രസ് UDF എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തുമ്പോൾ സർക്കാരിനെ കുറിച്ചുയർന്ന ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമായത്, വേണ്ടത്ര ജാഗ്രത കാണിക്കാതിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആണ് പ്രധാനമായും തോൽവിക്ക് കാരണമായത് എന്ന് വിലയിരുത്തുകയും ഇനി ഭരണത്തിലെത്തിയാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി സംശുദ്ധിയോടുകൂടി സുതാര്യമായി ഒരു ഭരണം നടത്താൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പൊതുജനം ഈ തെരഞ്ഞെടുപ്പ് അനന്തര ചർച്ചകളിൽ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ പക്ഷേ കോൺഗ്രസിലെ ചർച്ച കേട്ടാൽ തോന്നുക തെറ്റ് ചെയ്തതല്ല, മറിച്ച് തെറ്റ് ചൂണ്ടിക്കാണിച്ചതാണ് പ്രശ്നമായത് എന്നാണ്. ഇങ്ങനെ വിലയിരുത്തുന്നത് കൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ത് നേട്ടമുണ്ടാകാനാണ്? KPCCയുടെ അവിടെ നടന്ന ചർച്ചയെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങളിൽ നിന്നും അറിയുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ എന്താണ് ചർച്ച ചെയ്തതെന്നും നമ്മൾ നേരിട്ട് കണ്ടവരല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസ് വലിയൊരു പരാജയം നേരിട്ട സാഹചര്യത്തിൽ അവിടെ നടക്കുന്ന ചർച്ചകളിൽ തോറ്റവരും അതുപോലെ നിരാശ ബാധിച്ചവരൊക്കെ രൂക്ഷമായ പ്രതികരണം നടത്തും. അത് നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ അവിടെ നടക്കുന്ന ചർച്ചകളുടെ ഏതാണ്ട് ഗതി ഊഹിച്ചിട്ടാണ് നമ്മൾ പലതും പറയുന്നത്. ഇന്ന നേതാക്കൾ ഇന്ന രീതിയിൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരൊക്കെ മുൻപ് അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അത് കോൺഗ്രസിൻ്റെ ഏത് കാലത്തെ പരാജയത്തിന് ശേഷമുള്ള ചർച്ചയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 1991
നമ്മുടെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ശേഷം കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ അന്ന് AK ആന്റണിയും കരുണാകരനും തമ്മിലുള്ള പ്രസ്താവനയൊക്കെ ഓർക്കുന്നവർക്കറിയാം. അപ്പോൾ അതിലൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴും നമ്മുടെ ചർച്ചയിൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നേതാക്കൾ അവർക്ക് പറയാനുള്ള അഭിപ്രായമാണ് നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞത്. ഇനി പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മധ്യനിലയിലുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കും പറയാനുണ്ട്. അക്കാര്യം പറയാനാണ് അവർ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ സാധാരണഗതിയിൽ മറ്റു പാർട്ടികൾ നടക്കുന്ന ചർച്ച പോലെ കോൺഗ്രസ്സിൽ നടക്കാറില്ല. കോൺഗ്രസ്സിൽ തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിക്കുമ്പോൾ നേതാക്കൾക്കെതിരെ രൂക്ഷമായ പ്രതികരണം ഉണ്ടാകാറുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ അതേപോലെ പുകഴ്ത്തുകയും ചെയ്യുന്ന സമീപനമാണ് കോൺഗ്രസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ KPCC യോഗത്തിൽ ആരെങ്കിലും നേതൃത്വത്തെ എതിർത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളൊക്കെ പിഴച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്നും അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് പാർട്ടിയുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനത്തെ ചില റിയാലിറ്റീസ് കോൺഗ്രസ്സിൽ എക്കാലത്തും ഉണ്ട്. ആ റിയാലിറ്റിയാണ് നെയ്യാർ ഡാമിലും നമ്മൾ കണ്ടത്. അതിൽ ഇപ്പം മദ്യനയത്തെക്കുറിച്ച് അഭിലാഷ് പറഞ്ഞു. മദ്യനയത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ പ്രചരണകാലത്ത് എല്ലാവരും പറഞ്ഞത് മദ്യനയത്തെക്കുറിച്ച് തന്നെയാണ്. ഇടതുപക്ഷത്തിൻ്റെ മദ്യനയം എന്താണ് വ്യക്തമാക്കണമെന്ന ഒരു അഭിപ്രായമാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത്. പക്ഷേ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് വന്നപ്പോൾ മദ്യനയം വേണ്ട പോലെ വിജയിച്ചില്ല. മദ്യനയം മാത്രമല്ല, 2 കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത്. ഒന്ന്, എല്ലാ 5 വർഷം കൂടുമ്പോഴുണ്ടാകുന്ന ജനങ്ങളുടെ ഒരു ഭാവമാറ്റം. 2, നമ്മളിപ്പോഴും ചർച്ച ചെയ്യാൻ മടിക്കുന്ന SNDP യോഗത്തിൻ്റെ ചില തീരുമാനം. അങ്ങനെ കോൺഗ്രസ്സിന് കിട്ടാവുന്ന വോട്ടുകളെല്ലാം പല രീതിയിലായിട്ട് പോയിട്ടുണ്ട്. ഒരു പൊതു ഘടകം കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടില്ല. പല മണ്ഡലങ്ങളിൽ പല ഘടകങ്ങളാണ്. അപ്പോൾ പൊതു ഘടകം എന്ന് പറയുമ്പോഴാണ് ഈ മദ്യനയവും അതുപോലെയുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഴിമതി കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ പൊതുഘടകം തോൽപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പല ഘടകങ്ങളാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ഈ പല ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ കമ്മിറ്റിയുടെ മുമ്പിലായി വരാൻ സാധ്യതയുള്ളൂ. അത് മേഖല തിരിച്ചുള്ള കമ്മിറ്റികൾ ആ കാര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാകും. ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസിൽ ഇപ്പോൾ വിലയിരുത്തൽ പുരോഗമിക്കുമ്പോൾ പക്ഷത്തെ പ്രമുഖ നേതാക്കളൊക്കെ ലക്ഷ്യം വെക്കുന്നത് VM സുധീരനെയാണ്. അതൊരു കേവല വൈകാരിക പ്രകടനം മാത്രമാണോ? മദ്യനയത്തിലെ നിലപാട്, അതിനുശേഷം മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളെ സംബന്ധിച്ചെടുത്ത നിലപാട്, ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിത്വ വിഷയത്തിലെടുത്ത നിലപാട്, ഇവ 3ഉം വലിയ തോതിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കിയെന്ന് ഗ്രൂപ്പ് നേതാക്കൾ വിമർശിക്കുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് ഫല വിശകലനത്തിൽ കാണിക്കുന്ന വൈകാരികമായ അഭിപ്രായ പ്രകടനം എന്നതിനപ്പുറത്ത് KPCC പ്രസിഡന്റിനെ VM സുധീരനെ മാറ്റണം എന്നുള്ള ഉദ്ദേശം, ആ ലക്ഷ്യം അതിലുണ്ടോ? സംശയമില്ല അഭിലാഷേ. കാരണം കഴിഞ്ഞ കുറേ കാലത്തെ 10-40-50 വർഷത്തെ കോൺഗ്രസിൻ്റെ ചരിത്രം, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് 2 ഗ്രൂപ്പുകളാണ്, പ്രബലമായ 2 ഗ്രൂപ്പുകളാണ് നിലനിൽക്കുന്നത്. അതും പരസ്പരം ഇങ്ങനെ നോക്കി ഏറ്റുമുട്ടാൻ ഒരുങ്ങി നിൽക്കുന്ന 2 ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടലും രമ്യതപ്പെടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയായിരുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. അതിനകത്ത് എപ്പോഴും വിഭാഗത്തിന് ഒന്നുകിൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി നേതൃസ്ഥാനം, അല്ലെങ്കിൽ അപ്പോൾ ആന്റണി പക്ഷത്തിന് KPCC അധ്യക്ഷ സ്ഥാനം, അല്ലെങ്കിൽ മറിച്ച്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ 2001 രാജ്ഭവനിൽ AK ആന്റണി സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം, അത് കഴിഞ്ഞ ഉടനെ തന്നെ കരുണാകരൻ്റെ മകൻ മുരളീധരന് KPCC ആസ്ഥാനത്ത് വെച്ച് KPCC അധ്യക്ഷ പദവി കൊടുക്കുകയായിരുന്നു തെന്നര ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം. അപ്പോഴേ ഈ 2 ഗ്രൂപ്പുകൾക്കും ഈ സ്ഥാനം കിട്ടിയേ മതിയാവൂ. അപ്പോൾ സുധീരൻ അവിടെ ഇരിക്കുന്നത് ആന്റണി പക്ഷത്തിനെന്നല്ല പക്ഷത്തിന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുധീരനെ അവിടെ നിന്ന് ഇറക്കി വിടണം. ലക്ഷ്യം അവിടെ തന്നെയാണ്. ആ കണ്ണ്, ആന്റണി പക്ഷത്തിൻ്റെ കണ്ണ്. ഇപ്പം ഉമ്മൻചാണ്ടി വളരെ സൗമനസ്യത്തോടു കൂടി ആ പാർലമെൻ്ററി നേതൃസ്ഥാനം രാജിവെച്ചു. പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം വെള്ളിത്തളികയിൽ വെച്ച് രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇനിയും പകരം ആന്റണി പക്ഷത്തിന് ഈ KPCC അധ്യക്ഷ സ്ഥാനം കിട്ടണം. അതിനുവേണ്ടിയുള്ള ഗ്രൗണ്ട് ഒരുക്കമാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഈ നേതൃയോഗത്തിലുണ്ടായത്. അതാണ് നിരീക്ഷണം. പ്രസക്തിയുള്ള കാര്യമല്ലേ ശ്രീ പന്തളം സുധാകരൻ? എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാകുമ്പോൾ പാർലമെൻ്ററി പാർട്ടിയുടെ തലപ്പത്ത് മാറ്റമുണ്ടാകുന്നു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടി മാറുമ്പോൾ സമാനമായ വിധത്തിൽ സംഘടനാപരമായ
പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സംഘടനാ തലപ്പത്തും മാറ്റമുണ്ടാവുക എന്നുള്ള ആശയത്തെ അനായാസം പറഞ്ഞ് ഫലിപ്പിക്കാവുന്ന ഒന്നല്ലേ? അല്ല, അങ്ങനെ ഒരു പ്രീസിഡന്റ് ഒന്നും കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാറില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് 3 പേരാണ്, ശ്രീ ഉമ്മൻചാണ്ടിയും DS സുധീരനും രമേശ് ചെന്നിത്തലയും. ആ ത്രിമൂർത്തികൾ നയിച്ച തെരഞ്ഞെടുപ്പിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ഞങ്ങളുടെ എല്ലാം കണക്കൂട്ടലുകളെ തകിടം മറിച്ചുകൊണ്ട് പരാജയമുണ്ടായി. ഞങ്ങൾ ആ പരാജയം അംഗീകരിക്കുന്നു. ആ പരാജയം ഉണ്ടായപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി സ്വാഭാവികമായിട്ടും ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറുകയാണ്, ശ്രീ രമേശ് ചെന്നിത്തല ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി ആരും അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തുകയോ ആരും പറഞ്ഞിട്ടോ അല്ല. അത് സ്വയം ശ്രീ ഉമ്മൻചാണ്ടി സ്വീകരിച്ച ഒരു മാന്യമായ നിലപാടാണ്. അതല്ലാതെ അക്കാര്യത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞല്ലോ, ഞാൻ പ്രതിപക്ഷ നേതാവായി തുടരുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഞാൻ ഈ പദവിയിൽ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞത് വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലാണ്. അതിന്റെ യാതൊരു ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതേപോലെ തന്നെ കേരളത്തിൽ പാർട്ടിയിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അത് തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. ഇവിടെ 2 ദിവസം നടന്ന ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നത് തീർച്ചയായും ക്രിയാത്മകമായി ഈ എന്ത് തരത്തിൽ ഈ പാർട്ടിയെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ മറ്റു ചില സോഷ്യൽ ഗ്രൂപ്പുകളും ഒക്കെ കോൺഗ്രസിൽ നിന്നും അകന്നുപോയി, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംശയത്തോടുകൂടി വീക്ഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് കനത്ത പരാജയം ഉണ്ടായത്. അപ്പൊ യഥാർത്ഥത്തിൽ മതേതരത്വത്തെ സെക്കുലർ ഫോഴ്സുകളെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിലും അതിലൊരു സംശയം ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായി പോയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പരാജയം ഉണ്ടായത്. അതൊരു താൽക്കാലിക പ്രതിഭാസമായിട്ട് ഞങ്ങൾ കാണുന്നു. പാർട്ടി ശക്തിപ്പെടുത്തി തീർച്ചയായും അതിനെ മറികടക്കും എന്നാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്ന കോൺഗ്രസിനെ VM സുധീരനെ പോലെയുള്ള ഒരു KPCC പ്രസിഡന്റിന് അലോസരപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ പ്രതിപക്ഷത്താണ്, അതുകൊണ്ട് തന്നെ ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നുള്ളത് അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി 5 കൊല്ലം കൂടി KPCC അധ്യക്ഷൻ്റെ കസേരയിൽ ഇരിക്കുന്നത് അങ്ങനെ വലിയ വടംവലി പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാൻ പര്യാപ്തമാകുന്ന ഒന്നല്ലല്ലോ. അതിനപ്പുറത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്, കോൺഗ്രസിൻ്റെ പരമ്പരാഗത മേഖലകളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായത്, ഇതൊക്കെ പരിഹരിക്കാൻ മൂന്നാമത്തെ ഒരു ശക്തി കൂടി വളരെ പ്രാമുഖ്യത്തോടുകൂടി മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഒരു തലമാറ്റത്തിലൂടെ മാത്രം നടക്കുന്ന കാര്യമാണോ? അതിനപ്പുറത്ത് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരില്ലേ? പ്രധാനപ്പെട്ട ഒരു വിഷയം, കോൺഗ്രസിന്റെ ലീഡർ ആരായിരിക്കണം എന്നുള്ളത് കോൺഗ്രസ്സുകാർ നിശ്ചയിക്കേണ്ടതാണ്. പക്ഷേ കോൺഗ്രസിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും പിന്തുണയോടുകൂടിയാണോ സുധീരൻ കോൺഗ്രസ് അധ്യക്ഷനായിട്ട് വന്നത്? അദ്ദേഹത്തെ KPCC അധ്യക്ഷനാക്കുന്ന ഒരു നിർദ്ദേശം വന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആന്റണി പിന്നെ 2 ഗ്രൂപ്പുകളും പ്രബലരായിട്ടുള്ള 2 ഗ്രൂപ്പുകളും അദ്ദേഹത്തിനെതിരായിട്ടുള്ള സമീപനം സ്വീകരിച്ചിരുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തെ മുകളിൽ നിന്നുള്ള പ്രത്യേക സമ്മർദ്ദപ്രകാരം അദ്ദേഹത്തെ ആക്കുകയുണ്ടായത്. അപ്പൊ അത് സുധീരൻ വളരെ ശക്തനായ നേതാവാണ്, സീനിയർ ആയിട്ടുള്ള നേതാവാണ്, അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നല്ല പറയുന്നത്. പക്ഷെ പ്രശ്നം കോൺഗ്രസ് പോലെയുള്ള സങ്കീർണമായിട്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് അധികാരത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരു പാർട്ടിയെ എങ്ങനെയാണ് പാർട്ടിയും ഭരണകൂടവും തമ്മിൽ റിലേഷൻഷിപ്പ്, അതിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ആ ഒരു സംവിധാനത്തിനകത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന മറ്റ് ഒരു UDFിലെ ഒരുപാട് ഘടകകക്ഷികളും ചേർന്ന ഒരു സംവിധാനമാണിത്. അപ്പൊ അതിനകത്ത് പബ്ലിക് പോളിസി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെ ഭാഗത്ത് നിന്നായാൽ കാര്യങ്ങൾ എവിടെ എത്തില്ല. ആ ഒരു വിഷയത്തിലാണ് സുധീരൻ കാര്യമായ പിഴവ് പറ്റിയത്. സുധീരൻ ചില കടുംപിടുത്തങ്ങൾ നടപ്പിലാക്കി. ആ കടുംപിടുത്തങ്ങളുമായിട്ട് അദ്ദേഹം പാർട്ടിയെ മാത്രമല്ല സർക്കാരിന് വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചു എന്നുള്ള റിയാലിറ്റിയാണ്. അതിന്റെ ഒരു റിപ്പർക്കഷനാണ് യഥാർത്ഥത്തിൽ മദ്യനയത്തിലുണ്ടായത്. ശ്രീകുമാർ പറഞ്ഞ മാതിരി അല്ല സംഭവിച്ചിരിക്കുന്നത്. മദ്യനയം പോലെയുള്ള വിഷയങ്ങളിൽ മാത്രമല്ല, സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യുന്നതിൽ, സർക്കാരിന്റെ നേട്ടങ്ങളെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഡിഫെൻഡ് ചെയ്യുന്നതിൽ പരിപൂർണമായ പരാജയമായിരുന്നു ഈ KPCC. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു. ആരാണ് തടഞ്ഞു നിർത്തേണ്ട ചുമതല ഉണ്ടായിരുന്നത്? അത് തടഞ്ഞു നിർത്തേണ്ട ചുമതല ഉണ്ടായിരുന്ന ആളുകൾ തമ്മിൽ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു. വളരെ രസകരമായിട്ടൊരു കാര്യം നോക്കിയാൽ, ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവസാന കാലത്ത് വലിയ വിഷയമായിട്ട് വന്നത്. ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ
2006, 2011 കാലത്ത് LDF ഭരണകാലത്ത് ഉണ്ടായിരുന്നു. ഞാനിരിക്കുന്ന ഈ കോഴിക്കോട്ട് ചക്കിട്ടപ്പാറയിലടക്കം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന ഖനന വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു. അന്ന് ചക്കിട്ടപ്പാറയിലും അതുപോലെ കിണാലൂർ എസ്റ്റേറ്റിലും സമരം ചെയ്ത ആളുകളെ അടിച്ചൊതുക്കുകയായിരുന്നു. അതേസമയത്ത് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു അടിച്ചൊതുക്കൽ ഉണ്ടായിട്ടില്ല. ഈ വിഷയം പോലും ജനങ്ങളുടെ സമീപനത്തേക്ക് ജനമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ആരാ പരാജയപ്പെട്ടത്? പരാജയപ്പെട്ട ആളുകളാണ് ഇന്ന് അതിന് ഉത്തരവാദിയായി. ആ പോയിന്റാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമില്ലേ ശ്രീ KP അനിൽകുമാർ? സർക്കാരിനെ പിന്തുണയ്ക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഴ്ചയോ പോരായ്മയോ അല്ലേ? ഈ ഭൂമി സംബന്ധിയായ വിഷയത്തിൽ KPCC പ്രസിഡന്റിൻ്റെതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പരാമർശം ഇനി ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാനാകില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ മികച്ച ഒരു പ്രചാരണ വാചകം മറുപക്ഷത്തിന് കിട്ടാനില്ലല്ലോ. അങ്ങനെ സർക്കാരിനെ അങ്ങേയറ്റം പ്രതിക്കൂട്ടിലാക്കിയ പാർട്ടി അധ്യക്ഷനാണ് പാർട്ടിയെ പരാജയപ്പെടുത്തിയത് എന്ന് സ്വാഭാവികമായും പാർട്ടിക്കാർക്ക് തോന്നിക്കൂടെ? അങ്ങനെ ഒരു പരാമർശം ഈ കഴിഞ്ഞ 2 ദിവസത്തിനിടയ്ക്ക് ആരും നടത്തിയിട്ടില്ല. PM സുധീരൻ പാർട്ടി യോഗത്തിൽ പല കാര്യങ്ങളും സംസാരിക്കും. ആ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് ആരെങ്കിലും ചോർത്തി തരികയോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വിവരം തരികയോ ചെയ്താൽ, അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അതിന് ഉത്തരവാദിത്വം പറയാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് സാധ്യമല്ല. പാർട്ടിക്കകത്ത് എന്തെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം, തീരുമാനങ്ങൾ ഉണ്ടാകണം എന്ന് തീരുമാനിച്ച പാർട്ടി കമ്മിറ്റിയാണ്. ആ യോഗത്തിനകത്ത് നടത്തുന്ന ചർച്ചകളിൽ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞ വാർത്തകൾ കൊടുത്ത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ KPCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും അവരവരുടെ കോൺസെപ്റ്റ് VD സതീശൻ ഇന്നലെ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പറവൂരിൽ അവിടെ വരുന്ന ഈ സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ അദ്ദേഹം അറിയാതെ വരുന്ന ഒരു തീരുമാനത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ അനീതി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തിരുത്തുക എന്നുള്ള പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പാർട്ടി നിറവേറ്റിയിട്ടുള്ളൂ. റൈറ്റ്, അതാണ് അക്കാര്യത്തിലുള്ള വിശദീകരണം. ശ്രീ N. ശ്രീകുമാർ, ഇവിടെ പാർലമെന്ററി പാർട്ടിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ ഭരണ നേതൃത്വവും പാർട്ടിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻപും കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. 2 ദ്വന്ദ്ങ്ങൾ എപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ ഇനി പക്ഷേ മുൻപിലുള്ള വഴി കുറെ കൂടി ദുഷ്കരമല്ലേ? കാരണം കോൺഗ്രസിൻ്റെ ഇടമാണ് പുതുതായി വന്ന BJP BDJS സഖ്യം ലക്ഷ്യം വെക്കുന്നത്. അവർക്ക് ഒരു പരിധിവരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് സാധിച്ചു. അവിടെ നഷ്ടം സംഭവിച്ചത് കോൺഗ്രസിനാണ്. അപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം ചെയ്യുന്നത് പോലെ വിശകലനം ചെയ്യുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്താൽ ഈ തോൽവി ഒരു തുടർക്കഥയാവില്ലേ? അല്ല, ഇത് അഭിലാഷ് പറഞ്ഞ വളരെ ശരിയാണ്. ഇത് വെറുതെ അങ്ങനെ ചർച്ച ചെയ്ത് പോയിട്ടുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണല്ലോ അവർ രണ്ടാമതും കൂടെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. ഇപ്പോൾ നേരത്തെ ചെക്കുട്ടി പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ UDF കഴിഞ്ഞിട്ടില്ല. അത് പാർട്ടിക്കല്ല കഴിഞ്ഞിട്ടുണ്ട്, UDF കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ UDF മുഖ്യമായി ഇപ്പോൾ കിണാലൂർ പ്രശ്നമൊക്കെ ചെക്കുട്ടി പറഞ്ഞാൽ വളരെ ശരിയാണ്. കാരണം അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതൊരു കാരണം. പിന്നെ മറ്റ് പല കാരണങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിൽ നിന്നും വിട്ടുപോയി, അതുകൊണ്ട് കോൺഗ്രസിന് കൂടുതൽ വോട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു ന്യായീകരണമുണ്ട്. അതേ ന്യായീകരണം നിലനിൽക്കുമ്പോൾ തന്നെ പാലക്കാട് ജയിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണണം. അതുപോലെ തന്നെ അപ്പോൾ പ്രാദേശിക ഓരോ സ്ഥലത്തും ഓരോ ഘടകങ്ങളാണ് കോൺഗ്രസിനെ തോൽപ്പിച്ചെന്ന് ഞാൻ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. പിന്നെ പാർട്ടിയും ഭരണവും അത് ഏത് പാർട്ടിയിലും രണ്ടായിട്ട് ചിലപ്പോൾ പോകാറുണ്ട്. അതിലൊന്നും ഒരു പുതുമ അവകാശപ്പെടുന്ന കാര്യമല്ല. മാത്രമല്ല അങ്ങനെ പോകുന്നതിൽ തെറ്റുമില്ല. കാരണം പാർട്ടിയാണ് നിർദ്ദേശം കൊടുക്കേണ്ടത് ഭരിക്കുന്നവർക്ക്. അപ്പോൾ ഭരിക്കുന്ന വെച്ചാൽ ഒരു മുന്നണിയാണ്. ഇപ്പോൾ UDF കഴിഞ്ഞ നിങ്ങൾക്കറിയാം 2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല ഘടകകക്ഷികളുടെയും സ്വാധീനത്തിനൊക്കെ വഴങ്ങേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ KPCC ഇങ്ങനെ നിർദ്ദേശിക്കാറുണ്ട്. ആ നിർദ്ദേശം ഉൾക്കൊള്ളാറുണ്ട്. ഇത്തവണ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു പ്രതിപക്ഷ ആരോപണമായി പോകേണ്ട കാര്യം മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി കോൺഗ്രസും
മുന്നണി മന്ത്രിസഭയും മുഖ്യമന്ത്രിയും രണ്ട് തിലാസിൽ നിന്നു അവരങ്ങനെ ഏറ്റുമുട്ടി എന്നുള്ള വലിയ പ്രചരണം കൊടുത്തു. ആ പ്രചരണത്തെ പ്രതിരോധിക്കാൻ വേണ്ട പോലെ UDF നേതൃത്വത്തിന് സാധിക്കാതെ പോയി. അതിൻ്റെ പ്രധാന കാരണം വികസനത്തിലൂന്നിയ ഒരു ഭരണത്തിൽ ജനങ്ങൾ വിശ്വസിച്ചു. ആ ഭരണത്തിനൊരു തുടർ ഭരണം ഉണ്ടാകുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. ആ ആത്മവിശ്വാസത്തിനിടയ്ക്ക് ഇത്തരം ചില നിസ്സാരപ്പെട്ട സംഭവങ്ങൾ തോന്നിക്കാവുന്ന കാര്യങ്ങൾ പക്ഷേ അത് പർവ്വതീകരിച്ച് മാധ്യമങ്ങൾ കൊണ്ടുവന്നു. ആ കാര്യങ്ങൾ പ്രതിരോധിക്കാനായിട്ട് UDFന് കഴിഞ്ഞിട്ടില്ല. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, സാധാരണ നിലയ്ക്ക് ഉണ്ടാകുന്നത് പോലെ കോൺഗ്രസിലെ രണ്ട് വിഭാഗങ്ങളുടെ ഏറ്റുമുട്ടൽ, ഭരണ നേതൃത്വവും പാർട്ടിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ, ഇവയൊക്കെ പരിഹരിച്ചിരുന്നുവെങ്കിൽ എല്ലാം ഓക്കെ ആയേനെ എന്നുള്ള കാഴ്ചപ്പാട്, അതനുസരിച്ചുള്ള തിരുത്തൽ, ഇതൊക്കെ മതിയാകുമോ? കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് നഷ്ടമായിട്ടുണ്ട്. അത് BJPയെ നേരിടാൻ ഏറ്റവും നല്ലത് ഇടതുപക്ഷമാണ് എന്ന ഒരു പൊതു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതേസമയം തന്നെ ഭൂരിപക്ഷ ജനവിഭാഗങ്ങൾക്ക് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിലാണ് ഏറ്റവും വലിയ പരാജയം കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം കാണണം. അവിടെ കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളുടെ ഒരു വലിയ ഭാഗം തന്നെ BJP പക്ഷത്തേക്ക് പോകുന്നത് കണ്ടു. എങ്ങനെയാണെങ്കിലും കോൺഗ്രസിനാണ് ഇക്കാര്യത്തിൽ നഷ്ടക്കച്ചവടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് പരിഹരിക്കണം എങ്കിൽ ഇതുമാതിരിയുള്ള ചർച്ചകളും വിലയിരുത്തലും കൊണ്ട് അതിന് സാധിക്കുമോ? അല്ല, ചർച്ചകൾ എപ്പോഴും നല്ലത് തന്നെയാണ്, ഒരു സ്വയം വിലയിരുത്തലും എപ്പോഴും നല്ലതാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ശരിയെന്ന് എല്ലാ നേതാക്കന്മാരും പറയുമ്പോൾ, നേതാക്കന്മാരൊക്കെയും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ എന്താണ് മുന്നോട്ടുള്ള വഴി എന്നൊരു വലിയ പ്രശ്നമില്ലേ? അങ്ങനത്തെ വലിയ ചോദ്യമില്ലേ? ഇപ്പോൾ മദ്യം സംബന്ധിച്ച നിലപാട് തന്നെ കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണ് എന്ന് കരുതിയതല്ലേ ഒരബദ്ധമായത്. അപ്പം ഇതിൻ്റെ അകത്ത് നിലപാടിലെ ഒരു വൈരുദ്ധ്യമുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിനകത്ത്. മദ്യം പോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം കൊണ്ടുവന്നാൽ ഉമ്മൻചാണ്ടിയെ വരച്ച വരയിൽ നിർത്താമെന്ന VM സുധീരൻ്റെ തെറ്റായ കണക്കുകൂട്ടലാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത്. അപ്പം കുറേ ബാറുകൾ, 438 ബാറുകൾ അടഞ്ഞു കിടക്കുന്നത് കണ്ടു. അത് സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള വലിയൊരു സാധ്യതയായി കണ്ടിട്ട് അതിനെ ഒരു വലിയ വിഷയമായി കൊണ്ടുവരികയായിരുന്നു. അത് പിന്നീട് നയമായിട്ട് UDFിൻ്റെ മേലും കോൺഗ്രസിൻ്റെ മേലും അടിച്ചേൽപ്പിക്കുകയാണ് KPC പ്രസിഡന്റ് ചെയ്തത്. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അഴിമതി തൊട്ടു തീണ്ടാത്ത ആളാണ്, വളരെ ആദർശ ശുദ്ധിയുള്ള വലിയൊരു വ്യക്തിത്വമാണ് VM സുധീരൻ. പക്ഷെ അതിൻ്റെ പ്രശ്നം ചില നിലപാടുകളിലെ കടുംപിടുത്തം. ഞാൻ മദ്യം കഴിക്കത്തില്ല, അതുകൊണ്ട് കേരളത്തിലാരും മദ്യം കഴിക്കണ്ട. ഒരു കാര്യം, ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണം. മദ്യം നിരോധിച്ചാൽ ഉണ്ടാകുന്ന അപകടം ഇപ്പം തന്നെ ഉണ്ടല്ലോ. കേരളത്തിലെ മയക്കുമരുന്നുകൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥി തലങ്ങളിലേക്ക് എത്തിച്ചേരുന്ന മയക്കുമരുന്നുകൾ നിയന്ത്രിക്കാൻ നമ്മുടെ പോലീസിനാവുന്നില്ലല്ലോ. അങ്ങനെ വലിയൊരു ഒരു ഭീകരമായ ലഹരി കേരളത്തെ കാർന്നു തിന്നുമ്പോഴാണ് സർക്കാർ വിൽക്കുന്ന മദ്യം നിരോധിക്കണം എന്ന് VM സുധീരൻ ആവശ്യപ്പെടുകയും അതൊരു നയമായിട്ട്, വലിയ കുട്ടികൊഴിക്കുന്ന ഒരു നയമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമായിട്ട് UDF അവതരിപ്പിക്കുകയും ആ നിലപാട് തെറ്റായിപ്പോയി എന്ന് തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ചില പിടിവാശികളാണ്, നിലപാടുകളിലെ വൈരുദ്ധ്യമാണ്, നിലപാടുകളിലെ ആത്മാർത്ഥതയില്ലായ്മയാണ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ പല ഘടകങ്ങളുണ്ട്, ശ്രീകുമാർ പറഞ്ഞത് ശരിയാണ്, പല ഘടകങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഘടകം UDF നേതൃത്വത്തിൻ്റെ ആത്മാർത്ഥതയില്ലായ്മയാണ്. ഒരു വശത്ത് കൊടും അഴിമതി, മറുവശത്ത് അദ്ദേഹം പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു തെളിവ് കൊണ്ടുപോകാൻ, തെളിവില്ലല്ലോ, ഇതൊന്നും തെളിവൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഒരു വൈരുദ്ധ്യമല്ലേ? ഇതിൻ്റെ അകത്തെ പൊള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കി. അതിനകത്ത് സുധീരൻ പറയുന്നു കൊള്ള സംഘത്തിൻ്റെ ഗവൺമെൻറ്റാണിതെന്ന്. അതിൽ കൂടുതലൊരു പരസ്യവാചകം പ്രതിപക്ഷത്തിന് കിട്ടാനുണ്ടോ, ഇടതുപക്ഷത്തിന് കിട്ടാനുണ്ടോ? ഇതെല്ലാം കൂടി അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ ഇനി ഭാവിയിലേക്ക് നോക്കിയാൽ ഇങ്ങനെ ചർച്ച നടത്തി മുടന്തി പോകാം എന്നല്ലാതെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പുതിയ വഴിയിലേക്ക് നയിക്കാൻ ആർക്കാണ് കഴിയുക? അതിന് എൻ്റെ അഭിപ്രായത്തിൽ അതിനൊരു പുതിയ നേതാവ് വരണം. കക്ഷി ഇതുപോലെയുള്ള സങ്കുചിത ചിന്താഗതികൾക്കപ്പുറത്തേക്ക് കടന്ന് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ, ഒരു പുതിയ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ശേഷിയുള്ളവർ കടന്നു വരണം. VM സുധീരൻ്റെ കുഴപ്പം നേരത്തെ ചെക്കുട്ടിയെ ചൂണ്ടിക്കാട്ടിയതാണ്. ഹൈക്കമാൻഡ് കെട്ടിത്തൂക്കി ഇറക്കിയതായതുകൊണ്ട് കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടില്ല ഇതുവരെ. ഗ്രിപ്പുള്ളത് രണ്ട് ഗ്രൂപ്പിനാണ്, ആന്റണി പക്ഷത്തിനും ഐ പക്ഷത്തിനും. ഇത് വീതം വെച്ചെടുക്കലാണ് സാധാരണ സ്ഥിരം പരിപാടി. നേരത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ശ്രീ KP അനിൽകുമാർ. ഇനി എന്ത് എന്നുള്ളത് അങ്ങേയറ്റം പ്രധാനമാണല്ലോ.
കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റം വേണം എല്ലാ തലങ്ങളിലും എന്ന ആവശ്യമുയർന്നു ഇന്നലെ KPCC എക്സിക്യൂട്ടീവിൽ എന്നാണ് വാർത്തകൾ വന്നത്. അങ്ങനെ കോൺഗ്രസിൻ്റെ എല്ലാ തലങ്ങളിലും ഒരു തലമുറ മാറ്റം എന്നുള്ളത് സാധ്യമാണോ? അത് പാർട്ടി ഗൗരവമായി ആലോചിക്കുന്നുണ്ടോ? അല്ല, തലമുറ മാറ്റം വേണം എന്നുള്ള ഒരഭിപ്രായം അവിടെ വന്നു, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നലെ വരെ നയിച്ചിരുന്ന നേതാക്കന്മാർ അവരുടെ സംഭാവനകൾ അതൊന്നും കണ്ണടച്ച് ഇല്ലാതായി എന്ന് പറഞ്ഞ് നാളുകൾ കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നതും ശ്രീ VM സുധീരൻ എന്ന് പറയുന്നതും ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നാളുകളിൽ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരാജയത്തിന്റെ പേരിൽ മാത്രം ഉണ്ടായിരുന്ന നേതൃത്വത്തെ മുഴുവൻ അവഗണിച്ച് അവരെല്ലാം മാറ്റി നിർത്തി പുതിയ ആളുകൾ വരണം എന്ന് പറയുന്ന ഒരു നിലപാട് ശരിയല്ല. മറിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഇന്നലകളിൽ ഈ പറയുന്ന നേതൃത്വം തന്നെ നൽകിയ സംഭാവനകളെ വിസ്മരിക്കുവാനും സാധ്യമല്ല. ഇന്നലകളിൽ ഇവരെല്ലാം പാർട്ടിയെ ശക്തിപ്പെടുത്തി അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. അരുവിക്കര തെരഞ്ഞെടുപ്പ് ജയിക്കും എന്ന് കരുതിയിരുന്നില്ല. സ്വാഭാവികമായും അരുവിക്കര തെരഞ്ഞെടുപ്പിലെ വിജയം വന്നപ്പോൾ ഇവരുള്ളത് കൊണ്ട്, ഈ പറയുന്ന നേതൃത്വം ഉള്ളത് കൊണ്ടാണ് അരുവിക്കര തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചതെന്ന് ആരെങ്കിലും പറഞ്ഞു? ഇല്ല. സ്വാഭാവികമായും മനുഷ്യ സഹജമായ കാര്യം എന്ന് പറയുന്നത് പരാജയം ഉണ്ടാകുമ്പോഴാണ് നേതൃത്വത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവുന്നത്. ആ ഒരു ആർജവം വരും കാലങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എന്തോ ആ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്, അതാണ് താങ്കൾ കാണുന്നത്. ശ്രീ NP ചെക്കുട്ടി, ഈ തെരഞ്ഞെടുപ്പ് എടുത്താൽ തന്നെ ആക്ഷേപങ്ങൾ കേൾപ്പിക്കാത്ത യുവ നേതാക്കൾ, പ്രതിച്ഛായുള്ള നേതാക്കൾ ഈ സർക്കാർ വിരുദ്ധ തരംഗത്തെ അവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ അതിജീവിച്ചതായി കാണാൻ സാധിക്കും. ഇപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് ഒരു തലമുറ മാറ്റത്തിലൂടെയാണ് എന്നാവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു തലമുറ മാറ്റത്തിന് സജ്ജമാണോ കേരളത്തിലെ കോൺഗ്രസ്? തലമുറ മാറ്റമല്ല കോൺഗ്രസിന് വേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യസ്തമായ തലമുറകളിലുള്ള ലീഡേഴ്സിനെയൊക്കെ ഉൾക്കൊണ്ട് തന്നെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും കാലം കോൺഗ്രസിന് അനുകൂലമായി നിലപാടെടുത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഇരിക്കെ തന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്ര സജീവമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലനിന്നത്? അത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പരിധിവരെ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ അഴിമതിയിൽ ആറാടിയ സമയത്തും കോൺഗ്രസ് താരതമ്യേന കേരളത്തിൽ ഒരു ജനങ്ങളുമായി ബന്ധമുള്ള ഒരു പാർട്ടിയായിരുന്നു. അഴിമതിയെ സംബന്ധിച്ച് അഴിമതിക്കാരില്ല എന്ന് പറയുന്നത്, പക്ഷെ അഴിമതി അത്രയൊന്നും തൊട്ടുതെറിച്ചിട്ടില്ലാത്ത, അത്രയേറെ അഴിമതി ബാധിച്ചിട്ടില്ലാത്ത ഒരു പാർട്ടിയും പ്രസ്ഥാനവുമായിട്ടാണ് ജനങ്ങൾ അതിനെ കണ്ടത്. അതിനേക്കാൾ അപ്പുറം അതിന് ജനകീയമായിട്ടൊരു മുഖമുണ്ടായിരുന്നു, ദേശീയതയുടെ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു, മതേതരത്വത്തിന്റെ ശക്തമായ അടിത്തറയുണ്ടായിരുന്നു. ഈ സംഗതികളെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ ഒരു രാഷ്ട്രീയമായ ക്യാമ്പയിനിലേക്ക് ആ പാർട്ടി പോകണം. കാരണം കോൺഗ്രസിനെ നിലനിർത്തുന്നത്, കോൺഗ്രസിനെ സജീവമായിട്ട് നിലനിർത്തുന്നത്, കോൺഗ്രസ് ജനങ്ങളുമായിട്ട് അടുപ്പിക്കുന്നത് ഈ കോൺഗ്രസിന്റെ മഹത്തായ പാരമ്പര്യങ്ങളാണ്. ആ പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു പോകാനും അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഇമേജ് തിരിച്ചു കൊണ്ടുവരാനും അവർ തയ്യാറാണ്. പുതിയ തലമുറ വരണം, അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ നിലനിൽക്കുന്ന തലമുറയ്ക്ക് തന്നെ അത്തരത്തിലുള്ള പാരമ്പര്യങ്ങളുണ്ട്, അത്തരത്തിലുള്ള രാഷ്ട്രീയമായ ശക്തിയുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ പക്ഷേ ഇവർ തമ്മിലുള്ള യോജിപ്പാണ് പ്രധാനമായിട്ട് വേണ്ടത്. റൈറ്റ്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി സുധീരന്റെ മാറ്റം ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന്. ഇപ്പോൾ പാർലമെന്ററി നേതൃസ്ഥാനം I വിഭാഗത്തിനായതുകൊണ്ട് ഇനി പാർട്ടി നേതൃസ്ഥാനം A വിഭാഗത്തിന് എന്നുള്ളതാണ് സാധാരണ നിലയ്ക്കുള്ള ഒരു സമവാക്യം. പക്ഷേ VM സുധീരനെ മാറ്റിയാൽ ആരാണ് പുതിയ KPCC പ്രസിഡന്റ് ആകാനുള്ളത്? ഉമ്മൻചാണ്ടിയോ AK ആന്റണിയോ ഒന്നും ഇനി ആ പദത്തിലേക്ക് ഇല്ലല്ലോ. അതിനുശേഷം ഈ പറയുന്ന തലമുറ മാറ്റം എന്നുള്ള നിലയിൽ രണ്ടാം ജനറേഷനിലെ ആരാണ് ഇനി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനുള്ളത്? ഇപ്പോൾ ആന്റണി പക്ഷം അല്ലെങ്കിൽ I പക്ഷം എന്ന ഒരു ഗ്രൂപ്പിൻ്റെ അകത്തുനിന്ന് ഒരാളെ കാണുക എന്നതിനപ്പുറത്തേക്ക് ഗ്രൂപ്പിന് അതീതനായി നിൽക്കാൻ ശേഷിയുള്ള ഒരാൾ, ഇപ്പം നമുക്ക് ഉമ്മൻചാണ്ടി
ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ KPCC അധ്യക്ഷനായിരുന്നത് K. മുരളീധരനാണ്. കേരളത്തിൽ ആന്റണി പക്ഷം KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരിക്കലും മുഖ്യമന്ത്രി കരുണാകരന് AK ആന്റണി സൗകര്യം കൊടുത്തിരുന്നിട്ടില്ല, ആന്റണി പക്ഷം സൗകര്യം കൊടുത്തിട്ടില്ല. പക്ഷേ AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ശക്തമായ പിന്തുണയാണ് K. മുരളീധരൻ KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നൽകിയിരുന്നതെന്ന് ഓർക്കുക. അതുപോലെ രമേശ് ചെന്നിത്തല, I വിഭാഗത്തിലെ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് നല്ല സർവാത്മക പിന്തുണ കൊടുത്തിരുന്നത്. അവസാനം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഒഴിച്ചാൽ. അപ്പോൾ അത് നിൽക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു KPCC പ്രസിഡന്റ് ആരായിരിക്കണം എന്നൊക്കെ നമ്മളൊക്കെ അഭിപ്രായപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു നല്ല KPCC പ്രസിഡന്റ് കോൺഗ്രസിനകത്ത് നിന്ന് ഇവോൾവ് ചെയ്ത് വരട്ടെ. അല്ല, സുധീറിൻ്റെ കാര്യം KP അനിൽകുമാർ പറഞ്ഞു. KP അനിൽകുമാറിനെ പോലെ ഒരു യുവ നേതാവ് അങ്ങനെ ഒരു പിന്തിരിപ്പിൻ്റെ അഭിപ്രായം പറഞ്ഞതിൽ എനിക്ക് കോൺഗ്രസിനെ വളരെ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ കാണുന്ന എനിക്ക് പോലും അമർഷമുണ്ട് KP അനിൽകുമാർ. ഒരിക്കലും അങ്ങത് പറയരുതായിരുന്നു. പണ്ടങ്ങാണ്ട് KSU സ്ഥാപിച്ച ആൾക്കാരൊക്കെ ഇപ്പോഴും കോൺഗ്രസിൽ നേതൃസ്ഥാനത്ത് തള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ ജീർണതയ്ക്ക് കാരണം. ബഹുമാനപ്പെട്ട KP അനിൽകുമാർ, നിങ്ങളോട് പുതിയ തലമുറ കോൺഗ്രസ്സുകാരെ ക്ഷമിക്കത്തില്ല ഈ ഒരു പ്രസ്താവനയ്ക്ക്. തീർച്ചയായിട്ടും എനിക്ക് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. പുതിയ തലമുറ കടന്നു വരണം, പുതുരക്തം കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വരണം. കോൺഗ്രസ് ക്ഷയിച്ചുകൂടാ. കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് ജീർണിച്ചുകൂടാ. കോൺഗ്രസ് ശക്തമായിട്ട് തിരിച്ചു വരണം, കോൺഗ്രസ് വളർന്നു വരണം. പക്ഷേ അതിന് പുതിയ നേതൃത്വം, യുവരക്തം നേതൃത്വത്തിലേക്ക് കടന്നു വരണം. അത് നേതാവ് എപ്പോഴും ഇവോൾവ് ചെയ്യുകയാണ്. ആ പാർട്ടിയിൽ തന്നെ സ്വാഭാവികമായും പുതിയ നേതാക്കൾ തീർച്ചയായും സാഹചര്യങ്ങളാണല്ലോ നേതാക്കളെ സൃഷ്ടിക്കുന്നത്. ശ്രീകുമാർ, ഇവിടെയുള്ള ഒരു പ്രശ്നം, ഈ തലമുറ മാറ്റം എന്നൊക്കെ പറയുമ്പോഴും ഒരു നയരേഖയ്ക്ക് രൂപം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നയരേഖയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് പാർലമെൻ്ററി സ്ഥാനങ്ങളിൽ ടേം നിശ്ചയിക്കുക, 10 വർഷത്തിൽ കൂടുതൽ ഒരേ പദവിയിൽ ഇരിക്കുന്ന ആളുകൾ മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുക, അതായത് കോൺഗ്രസിലുള്ള നടപ്പ് ശീലങ്ങൾ മാറുക എന്നുള്ള ഒരു ഉദ്ദേശം അതിനുള്ളതായി പൊതുവെ കരുതപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? അത് പ്രായോഗികമാണോ കോൺഗ്രസിൽ? പൂർണ്ണമായിട്ടും പ്രായോഗികമാവില്ല. പക്ഷേ ഈ നയരൂപീകരണം കൊണ്ടുവരുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ജേക്കബ് ജോർജ് കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ജേക്കബ് ജോർജിനെ പോലുള്ളവരും അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയതിൽ വളരെ നന്ദിയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ സംശയം വരാൻ പാടില്ല. അതായത് ഇപ്പം നേരത്തെ ഈ തലമുറ മാറ്റം എന്നൊക്കെ പറയുന്നത് നമുക്ക് അന്ന് ചിന്തിക്കാനേ പറ്റില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ്സിൽ AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും വയലാർ രവിയെയും സുധീരനെയും അതുപോലെ ചെന്നിത്തലയൊക്കെ മാറ്റിക്കൊണ്ട് വേറെ ഒരു തലമുറ വരണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ വിഡ്ഢിത്തമാണത്. അതൊന്നും ചിന്തിക്കാൻ തന്നെ പാടില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഒരു സംഭവമേ കേരളത്തിൽ ഇപ്പോൾ തൽക്കാലം നടക്കാൻ പോകുന്ന കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കുതിരയേറുന്നതിൽ അർത്ഥമില്ല. അപ്പം വിമർശിക്കണം, അവരുടെ ശൈലിയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണം, അതൊക്കെ നല്ല കാര്യമാണ്. അതിലുണ്ടായാലേ ഇവരെ അങ്ങോട്ട് മാറ്റിയാൽ കോൺഗ്രസ് പിറ്റേന്ന് രക്ഷപ്പെടും എന്ന് പറയുന്നതൊക്കെ അത് വെറുതെ വിമർശിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. അതിന് അർത്ഥമില്ല. ഈ നയരൂപീകരണം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ്സിലെ ഇപ്പോൾ ജില്ലകളിൽ ജംബോ കമ്മിറ്റികൾ എന്ന് പറഞ്ഞൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും അതൃപ്തി ഉണ്ടാക്കിയ ചില സാഹചര്യങ്ങളൊക്കെ അതിലുണ്ട്. കാരണം ഇത്രയധികം ഭാരവാഹികൾ വേണോ, അവർ ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പ്രവർത്തിച്ചു, ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ട് ആ ജില്ലാ കമ്മിറ്റികളുടെ എണ്ണം കുറയ്ക്കണോ, അങ്ങനെ എണ്ണം കുറച്ചു കൊണ്ടുവന്ന് ഒരു സന്നദ്ധമായ സംഘടന, ഇപ്പോൾ പല വാർഡ് തലത്തിലും ബ്ലോക്ക് തലത്തിലും ഒന്നും സംഘടനാ സംവിധാനം ശക്തമല്ലേ, ഈ വക കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് അതിൻ്റെ ഒരു തുടർ നടപടി എടുക്കണമെങ്കിൽ ഒരു നയരേഖ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു നയരൂപീകരണം കോൺഗ്രസ് ആവിഷ്കരിക്കുന്നത്. ഇത് 100% ശരിയാവണമെന്നില്ല, പക്ഷേ 50% ശരിയായാൽ തന്നെ കോൺഗ്രസ്സിൽ നല്ല ഭാവി ഉണ്ടാകുമെന്നാണ് നമ്മൾ ഈ പത്രപ്രവർത്തകരൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു 2 ദിവസം ചേർന്ന ചർച്ചയിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി എന്താണ് നേതൃത്വം മുന്നോട്ട് വെച്ചത് എന്നൊരു ചോദ്യം നമുക്ക് ഉന്നയിക്കാൻ കഴിയും. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ KPCC നേതൃത്വം ഈ നയരൂപീകരണത്തിലൂടെ നൽകിയിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ശ്രീ KP അനിൽകുമാർ, പാർട്ടി തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മാറുക, പുതിയ ആളുകൾക്ക് വഴിയൊരുക്കുക എന്നതിനപ്പുറത്ത് ഈ നയരൂപീകരണ രേഖ വരുമ്പോൾ പാർലമെൻ്ററി സ്ഥാനങ്ങൾ ജന്മാവകാശമായി കരുതുന്ന പ്രവണതയൊക്കെ മാറ്റി എല്ലാ ആളുകൾക്കും അവസരം കിട്ടുന്ന വിധത്തിൽ ഉള്ള ഒരു പുനഃക്രമീകരണം വന്നാൽ അത് വലിയ തോതിൽ ഗുണം ചെയ്യുകയില്ലേ? ആ ദിശയിലുള്ള ചർച്ച കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടോ? അനിൽകുമാർ,
അദ്ദേഹത്തിന് ടെലിഫോൺ കട്ടായി എന്ന് തോന്നുന്നു. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയവുമായിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിൻ്റെ ഈ നയരൂപീകരണ രേഖ ഉണ്ടാക്കുന്നതിനായി വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 മേഖലകളിലും കമ്മിറ്റികൾ ചേർന്ന് യോഗങ്ങൾ ചേർന്ന് പരാജയ കാരണങ്ങൾ വിലയിരുത്തുന്നുമുണ്ട്. കോൺഗ്രസിൻ്റെ 2 ദിവസത്തെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് നെയ്യാർ ഡാമിൽ ഇന്ന് സമാപിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പാർട്ടിയുടെ പുനരുജ്ജീവനം സംബന്ധിച്ച് ഉരുത്തിരിഞ്ഞു വരുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പന്തളം സുധാകരൻ, ശ്രീ അനിൽകുമാർ, ശ്രീ ശ്രീകുമാർ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ NP ചെക്കുട്ടി.